السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരായ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് മറ്റു മലക്കുകളെപ്പോലെ അല്ലെങ്കിൽ അംബിയാ മുർസലുകളെപ്പോലെ മാസൂമീങ്ങളായിട്ടല്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വീഴ്ചകളും പിഴവുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഖേദിച്ച് മടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അത്താഇബു ബിനദ്ദംബി കമല്ലാ ദംബ ലഹു. പാപങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ വന്നുപോയ പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ അവൻ കമല്ലാ ദംബ ലഹു, ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ തൗബക്ക് ഷർത്തുകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുകയുള്ളൂ. അത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വിഷയം പറയുന്ന സ്ഥലത്ത് മനോഹരമായി ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഉതുലുബ മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമസ്തുഖ്ബിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആദ്യമായി നമുക്ക് മനസ്സിൽ വല്ലാത്ത ഖേദമുണ്ടാകണം. അതാണ് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അവിടുന്ന് പറയുന്നുണ്ട്, അൽ ഹജ്ജു അറഫ എന്ന് പറയുന്നത് പോലെ തൗബക്ക് വളരെ മർമ്മപ്രധാനമായ ഒരു ഷർത്താണ് അത്തൗബത്തു അന്നദുമു എന്നുള്ളത്. ഖേദം വല്ലാതെ നമ്മുടെ മനസ്സിൽ അലട്ടണം, വല്ലാതെ നമ്മുടെ മനസ്സിൽ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചു കണ്ണുനീര് പൊയ്ക്കണം. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് നമ്മൾ ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി വബിഅസ്മി തർക്കി ദംബി ഫീമസ്തുഖ്ബിലാ, എൻ്റെ കഴിഞ്ഞുപോയ കാലത്ത് വന്നുപോയ തിന്മകൾ ഒരിക്കലും ഇനി വരാനിരിക്കുന്ന കാലത്ത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം അതും നമ്മുടെ മനസ്സിൽ വേണം. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വബറാഅതും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. മനുഷ്യന്മാരോട് നമ്മൾ കാണിച്ച അനീതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, അതിൽ നിന്നെല്ലാം അവരോട് പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലാതെ നമ്മുടെ തൗബ അല്ലാഹു ഖബൂലാക്കുകയില്ല. നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം.
ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യൂല എന്ന ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ വേണം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഫർള് നിസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്. മറ്റു കർമ്മങ്ങളിലൊന്നും നമ്മൾ വീഴ്ച വരുത്തരുത്. നമുക്ക് വളരെയധികം ലഘൂകരിച്ചിട്ടാണ് നമുക്ക് അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എത്തിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് രാപ്രയാണം നടത്തിയ സമയത്ത് അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുമിടയിൽ ആവർത്തിച്ച് ഈ ഉമ്മത്തിന് വേണ്ടി നടന്നില്ലേ? അതല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ സ്വല്ലല്ലാഹു ബൈത്തിൽ രേഖപ്പെടുത്തിയത് മാ ബൈന റബ്ബി വൽ കലീമി തറദ്ദദാ തഖ്ഫീഫ മഫറൂദിൻ അലൈഹി തശദ്ദദാ 50 നഹ്വൽ 5 ഹത്താ ഹുദ്ദിദാ ഇദ് ജാ യുകല്ലിമു റബ്ബഹു തക്ലീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അല്ലാഹുക്കുമിടയിൽ ആവർത്തിച്ച് നമുക്ക് പ്രയാസമാകുമെന്നു കരുതി അമല് ചുരുക്കാൻ വേണ്ടി 50 വഖ്ത് നിസ്കാരം അത് 5ലേക്ക് ചുരുക്കിയില്ലേ? ഇനിയും നമ്മൾ അതിൽ വീഴ്ച വരുത്തരുത്. നമ്മളെപ്പ പാപങ്ങൾ ചെയ്താലും അപ്പ തന്നെ അത് ആ തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്ന ശബ്ദം ചെയ്തുകൊണ്ട് അപ്പ തന്നെ ആ പാപം കഴുകിക്കളയണേ. അല്ലാഹുവിലേക്ക് കണ്ണുനീരൊലിപ്പിച്ച് കണ്ണുനീര് ചാലിച്ച് അവനിലേക്ക് മടങ്ങണേ. നമ്മൾ തെറ്റുകൾ ചെയ്താൽ ഏറ്റവും അധികം വേദനിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ അമലുകൾ ചെയ്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളിൽ നിന്ന് തന്നെ ആ പാപങ്ങൾ നമ്മൾ കഴുകിക്കളയാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നസൂഹായ ഖാലിസായ തൗബകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.